സംസ്ഥാന സർക്കാരിന്റെ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയായ മാർഗദീപം പദ്ധതി പ്രകാരം 1 മുതൽ 8 വരെയുള്ള 20,000-ഓളം ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം സ്കോളർഷിപ്പ് നൽകുമെന്ന് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. വിമൺ എംപവർമെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയായ മാർഗദീപം പദ്ധതി പ്രകാരം 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള 20,000 ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം സ്കോളർഷിപ്പ് നൽകുമെന്ന് ന്യൂനപക്ഷ കായിക വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആലപ്പുഴ നഗരസഭയിൽ നിർമ്മിക്കുന്ന വിമൺ എംപവർമെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ശിലാസ്ഥാപന കർമ്മം ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിന് സമീപം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നഗരസഭയിൽ വുമൺ എംപവർമെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ സെന്റർ എന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. 4 നിലകളിലായി 14,23 കോടി രൂപയാണ് ഈ കെട്ടിട നിർമ്മാണത്തിനായി സർക്കാർ ചെലവഴിക്കാൻ പോകുന്നത്. സ്ത്രീ ശാക്തീകരണമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ നഗരത്തിൽ ജോലി ചെയ്യുന്ന വനിതകളായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ പുറത്തുനിന്നും വരുന്ന സ്ത്രീകൾ ഒറ്റക്കാണെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം നഗരസഭ ഇതിൽ ഏർപ്പെടുത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ശാക്തീകരണത്തിനും ഉന്നമനത്തിനും സ്വയം തൊഴിൽ നൽകുന്നതിനടക്കമുള്ള വിവിധങ്ങളായ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കിയാണ് വുമൺ എംപവർമെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ സെന്റർ പോലുള്ള പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതെന്നും ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 14,23 ലക്ഷം രൂപയാണ് 4 നിലകളിലായി പണിയുന്ന പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളതെന്നും പണി തീർത്ത് 9 മാസത്തിനകം ഈ കേന്ദ്രം നഗരസഭയ്ക്ക് കൈമാറുവാൻ എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പി ചിത്തരഞ്ജൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. H സലാം MLA മുഖ്യാതിഥിയായി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, നഗരസഭാ സ്ഥിരം സമിതി അംഗങ്ങൾ, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നഗരസഭാ എഞ്ചിനീയർ ഷിബു എൽ നാൽപ്പാട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂനപക്ഷ വനിതകളുടെ ശാക്തീകരണത്തിനായി തൊഴിൽ പരിശീലന കേന്ദ്രവും കരകൗശല വസ്തുക്കളുടെ നിർമ്മാണ വിപണന കേന്ദ്രങ്ങളും താമസ സൗകര്യങ്ങൾ, ഭക്ഷണ കേന്ദ്രങ്ങൾ, പാർക്കിംഗ് സൗകര്യങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ക്രമീകരിച്ച് 4 നിലകളിലായി 3789.39 സ്ക്വയർ മീറ്ററിലാണ് വിമൺ എംപവർമെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ സെന്റർ നിർമ്മിക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ.